പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും അതിശ്രേഷ്ഠവുമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമുള്ളവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ചിന്ത എന്ന് പറയുന്നത് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിറവേറ്റി തരുന്ന ദൈവത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രികാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിറവേറ്റി തരുന്ന സർവശക്തനായ ദൈവം. ഹൃദയത്തിലെ ആഗ്രഹത്തെ എന്ന് പറയുമ്പോൾ എല്ലാ ആഗ്രഹത്തെയും നിറവേറ്റി തരുന്ന ദൈവമല്ല. നല്ല ചിന്തയോടെ ദൈവസന്നിധിയിൽ എന്താണോ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് ആ ആഗ്രഹത്തെ ദൈവം നിറവേറ്റി തരുവാൻ തക്കവണ്ണമിടയായിത്തീരും. ലോകത്തിലുള്ള എല്ലാം വേണം എന്നുള്ള ദുർചിന്തയോടെ പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചല്ല ഇന്ന് രാത്രികാലം നാം ചിന്തിക്കുവാൻ ഇടയാകുന്നത്. ആവശ്യബോധത്തോടെ ആഗ്രഹത്തെ ദൈവത്തോട് അറിയിക്കുമ്പോൾ ദൈവാത്മാവ് അവിടുന്ന് അത്ഭുതങ്ങൾ വെളിപ്പെടുത്തുവാനിടയായിത്തീരും. അതിനോട് അനുബന്ധിച്ച് ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തന പുസ്തകം 37-ന്റെ 4-ാമത്തെ വാക്യം. യഹോവയിൽ തന്നെ സന്തോഷിക്കുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് നൽകും. അപ്പൊ ഹൃദയത്തിലെ ആഗ്രഹത്തെ നൽകിത്തരണമെങ്കിൽ നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് അത് ദൈവത്തിലായിരിക്കുവാൻ ഇടയായിത്തീരണം. അതാണ് സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്ന യഹോവയിൽ തന്നെ സന്തോഷിക്കാം. അപ്പൊ നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ പ്രത്യാശ, നമ്മുടെ ആഗ്രഹം ദൈവത്തോട് നാം അറിയിക്കുന്നു എങ്കിൽ സർവശക്തനായ ദൈവം ഹൃദയത്തിലെ ആഗ്രഹത്തെ നിറവേറ്റി തരുവാനിടയായിത്തീരും. ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹം നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളോട് പറഞ്ഞാലോ, മക്കളോട് പറഞ്ഞാലോ, ഭാര്യ ഭർത്താവിനോട് പറഞ്ഞാലോ, ഭർത്താവ് ഭാര്യയോട് പറഞ്ഞാലോ നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം ആവശ്യമുള്ള ആഗ്രഹമാണെങ്കിൽ ഒരുപക്ഷെ അത് നിറവേറ്റിത്തരാൻ അവർക്ക് കഴിഞ്ഞില്ല എന്ന് വരാം. എന്നാൽ സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, നിന്റെ ആവശ്യം ആമേൻ എന്താണോ അത് ദൈവാത്മാവ് അവിടുന്ന് പ്രവർത്തിക്കുവാനിടയായി. ഞാൻ ആദ്യമേ പറഞ്ഞു, ആവശ്യങ്ങളുടെ നടുവിൽ പ്രവർത്തിക്കുന്നവനല്ല. ദൈവഹിതപ്രകാരം നീ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹത്തെ, ആ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവാത്മാവ് നിറവേറ്റി തരുവാൻ തക്കവണ്ണമിടയായിത്തീരും. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ആമേൻ ദാവീദ് രചിച്ച ഒരു സങ്കീർത്തനം അല്ലെങ്കിൽ ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ് ഈ വായിക്കുവാനിടയായിത്തീരുന്നത്. ദുഷ്ടന്മാർ സമർത്ഥരാകുന്നതും ആമേൻ നീതിമാന്മാർ കഷ്ടപ്പെടുന്നതും കണ്ടപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ദാവീദ് ജനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒന്നുകൂടി പറയാം, ദുഷ്ടന്മാര് സമർത്ഥരാകുന്നത് കാണുമ്പോഴും ആമേൻ നീതിമാന്മാര് കഷ്ടത്തിലാകുന്നത് കാണുമ്പോഴും ഭക്തൻ ജനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുവാനിടയായിത്തീരും. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട്, ദുഷ്ടൻ പന പോലെ വളർന്നു വരികയാണ്, നീതിമാന്മാർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാ എന്ന് പറയുന്നത് പോലെ ഇവിടെ പറയുക, ദുഷ്ടന്മാര് ശക്തമായി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നീതിമാന്മാര് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഭക്തനായിരിക്കുന്ന ദാവീദ് ജനത്തെ പ്രോത്സാഹിപ്പിക്കുകയാ, നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവാത്മാവ് പ്രവർത്തിക്കുവാനിടയായിത്തീരും. ഇന്ന് രാത്രികാലം ദൈവിക ദൂത് വിളിച്ചു പറയാം, നിന്റെ ആഗ്രഹം എന്താണോ യോഗ്യമായ ആഗ്രഹമാണെങ്കിൽ അത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവാത്മാവ് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം നിറവേറ്റി തരുവാൻ തക്കവണ്ണമിടയായിത്തീരും. ആമേൻ. 3-ാമത്തെ വാക്യം 37-ന്റെ 3-ാമത്തെ വാക്യം ദൈവത്തിൽ വിശ്വസിക്കുക എന്നാണ് അവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിറവേറ്റി തരണമെങ്കിൽ ഒന്ന് ദൈവത്തിൽ വിശ്വാസം ഉണ്ടാകണം. രണ്ടാമതായി പറയും ദൈവത്തിൽ ആശ്രയിച്ച് അവനിൽ സന്തോഷിക്കണം. അതിന്റെ 4-ാമത്തെ വാക്യം ദൈവത്തിൽ ആമേൻ ആശ്രയിച്ച് അവനിൽ സന്തോഷിക്കുവാനിടയായിത്തീരണം. ആരിൽ? സർവശക്തനായ ദൈവത്തിൽ സന്തോഷിക്കുവാനിടയായിത്തീരണം. മൂന്നാമതായി കാണാൻ കഴിയുന്നത് 5-ാമത്തെ വാക്യം ആമേൻ നിന്റെ വഴി യഹോവയ്ക്ക്
ഏൽപ്പിക്കുവാനിടയായി തീരണം. നിന്റെ വഴി നീയായി കൊണ്ട് നടക്കുവാനും നിന്നെ കൊണ്ട് ചിലത് ചെയ്തെടുക്കാൻ കഴിയുമെന്നും ഉള്ള ചിന്ത നിന്നിൽ നിന്നും മാറിയിട്ട് സർവശക്തനായ ദൈവം പറയുന്നു, നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുവാനിടയായി തീരണം. നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്താണോ അതിന്മേൽ ദൈവാത്മാവ് പ്രവർത്തിക്കുവാനിടയായി തീരും. ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ എന്നത് മനുഷ്യന് എല്ലാ സ്വാർത്ഥമോഹങ്ങളും ദൈവത്തിൽ നിറവേറ്റി തരും എന്നല്ല അതിന്റെ അർത്ഥം കാണുവാൻ കഴിയും. ദൈവത്തിന് മനുഷ്യന്റെ എല്ലാ സ്വാർത്ഥ ചിന്തകളും ദൈവം പ്രവർത്തിക്കുമെന്നല്ല അതിന്റെ അർത്ഥം. ദൈവാത്മാവിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നവരുടെ ആവശ്യം എന്താണോ അതിന്മേൽ ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. അതിനോടനുബന്ധിച്ച് ഒരു വാക്യം കൂടെ വായിക്കുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-6 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിന്റെ പാതകൾ പലപ്പോഴും പരാജയപ്പെട്ടിരിക്കുമ്പോൾ, നീ മുന്നോട്ട് വയ്ക്കുന്ന കാല് പലപ്പോഴും വിജയം കാണാൻ കഴിയാതെ പരാജയം അനുഭവിക്കുമ്പോൾ, വചനം വ്യക്തമായി വിളിച്ചു പറയുന്ന പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുവാൻ നീ തയ്യാറാകുന്നു എങ്കിൽ അവൻ നിന്റെ പാതകളെ നേരെയാക്കി തരുവാനിടയായി തീരുമെന്ന് സദൃശവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ വെളിപ്പെടുത്തുകയാണ്. അങ്ങനെയെങ്കിൽ നിന്റെ ആശ്രയം പൂർണ്ണമായി, നമ്മുടെ പ്രത്യാശ നമ്മുടെ ആഗ്രഹം അത് പൂർണ്ണമായി സർവശക്തനായ ദൈവത്തിൽ നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ദൈവാത്മാവ് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ നിറവേറ്റി തരുവാൻ തക്കവണ്ണം നമ്മുടെ ആയിത്തീരും. എന്താണ് നീ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്? എന്താണ് ദൈവസന്നിധിയിൽ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്നത്? അതിന്മേൽ ദൈവാത്മാവിന്റെ പദ്ധതി വെളിപ്പെടുവാനിടയായിത്തീരും. ദൈവാത്മാവിന്റെ പദ്ധതി വെളിപ്പെടണമെങ്കിൽ നീ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ പ്രത്യാശയോടെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ, ഉയരത്തിലെ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നിന്റെ വിഷയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത നീ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു എങ്കിൽ സർവശക്തനായ ദൈവം നിന്റെ വിഷയത്തിന് മേൽ പ്രവർത്തിക്കുവാനിടയായി തീരും. ഈ ചിന്തകളാൽ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.